ഹായ്, എല്ലാവർക്കും കൊച്ചിക്ക വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നലെയും നിങ്ങളോട് 5 കുസൃതി ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നും 5 കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതുപോലെ നമുക്ക് വിജയികൾ ആരാണ്, ഇന്നലത്തെ കുസൃതി ചോദ്യത്തിന്റെ വിജയികൾ ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇന്നലത്തെ കുസൃതി ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് ഇന്നലത്തെ കുസൃതി ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാം. അത് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വിജയികൾ ആരാണ് എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നലത്തെ ഒന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷിൽ കാലുകൊണ്ടും മലയാളത്തിൽ വായ കൊണ്ടും. ഇംഗ്ലീഷിൽ കാലുകൊണ്ടും മലയാളത്തിൽ വായ കൊണ്ടും. അത് ഒന്നാമത്തെ ചോദ്യമായിരുന്നു. അതിന്റെ ഉത്തരം വരുന്നത് വാക്ക് എന്നാണ്. വാക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ നടക്കുന്നതിന് വാക്ക് എന്ന് പറയുന്നു, നടത്തം. അത് കാലുകൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മലയാളത്തിൽ വാക്ക് എന്ന് പറയുന്നത് വായ കൊണ്ടും പറയുന്ന വാക്കുകളാണ്, വായ കൊണ്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ മലയാളത്തിൽ വായ കൊണ്ടും ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം വരുന്നത്, ഒരു തോടിന്റെ കരയിൽ 5 കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു, അതിൽ 4 കിളികൾ പറന്നുപോയി. ഒരു തോടിന്റെ കരയിൽ 5 കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു, അതിൽ 4 കിളികൾ പറന്നുപോയി, ഒരു കിളി മാത്രം പറന്നില്ല. അതെന്തുകൊണ്ടെന്നായിരുന്നു? അത് ബസ്സിലെ കിളി ആയിരുന്നു. രണ്ടാമത്തെ ഉത്തരം അത് ബസ്സിലെ കിളി ആയിരുന്നു എന്നാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത്, 102, 104 ഇവയ്ക്ക് ഇടയിലുള്ള സംഖ്യ. 102, 104 ഇവയ്ക്ക് ഇടയിലുള്ള സംഖ്യ ഏതെന്നായിരുന്നു? അതിന്റെ ഉത്തരം വരുന്നത് 0 എന്നാണ്. 102ന്റെയും 104ന്റെയും ഇടയിലുള്ള സംഖ്യ. 102 എന്ന് എഴുതുമ്പോൾ അതിന് ഇടയിൽ 0 വരുന്നത്. അതുപോലെ 104 എന്ന് എഴുതുമ്പോഴും അതിനിടയ്ക്ക് 0 വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന്റെ ഉത്തരം 0 എന്നാണ്. ഇനി നാലാമത്തെ ചോദ്യം വരുന്നത്, മലയാളത്തിലെ ഒരു അക്ഷരത്തെ നേർ പകുതിയാക്കിയാൽ, മലയാളത്തിലെ ഒരു അക്ഷരത്തെ നേർ പകുതിയാക്കിയാൽ 2 അക്കങ്ങൾ കിട്ടും. മലയാളത്തിലെ ഒരു അക്ഷരത്തെ നേർ പകുതിയാക്കിയാൽ 2 അക്കങ്ങൾ കിട്ടും. ആ 2 അക്കങ്ങൾ വരുന്നത് ഒരക്കം മറ്റേ അക്കത്തിന്റെ പകുതിയായിരിക്കും, നേർ പകുതിയായിരിക്കും. അങ്ങനെയെങ്കിൽ ആ മലയാളത്തിലെ അക്ഷരം അത് ഏത് എന്നായിരുന്നു? അതിന്റെ ഉത്തരം ഓ എന്നാണ്. ഓയെ നേരെ പകുതിയാക്കിയാൽ 6ഉം 3ഉം കിട്ടുന്നത്. 3 എന്ന് പറയുന്നത് 6ന്റെ നേരെ പകുതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓ എന്നാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ആയിരക്കണക്കിന് വാക്കുകൾ വരുന്ന 10 അക്ഷരം വരുന്ന, ഇംഗ്ലീഷിൽ 10 അക്ഷരം വരുന്നത് എന്നായിരുന്നു ചോദ്യം. ആയിരക്കണക്കിന് വാക്കുകളുള്ള ഇംഗ്ലീഷിൽ 10 അക്ഷരം വരുന്നത്. അതിന്റെ ഉത്തരം ഡിക്ഷണറി എന്നാണ്. ഡിക്ഷണറിയിൽ ആയിരക്കണക്കിന് വാക്കുകളുണ്ട്. ഡിക്ഷണറി നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിൽ 10 ലെറ്റർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഉത്തരം ഡിക്ഷണറി എന്നാണ്. അതുപോലെ നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, ഞാൻ എന്നും പറയുന്നതാണ്, എന്നാലും പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എങ്കിലേ നമ്മുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയുള്ളൂ. അതുവഴി നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം അയച്ചു തന്നാൽ, ഞാൻ ചോദിക്കുന്ന കുസൃതി ചോദ്യങ്ങളോ കടങ്കഥകളോ എന്ത് ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരങ്ങൾ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നറുക്കിട്ട് ഒരു വിജയിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരുന്നതാണ്. അതുപോലെ നമുക്ക് നല്ല കുസൃതി ചോദ്യങ്ങൾ നിങ്ങൾ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ അതിലും ഞാൻ തിരഞ്ഞെടുക്കുന്ന കുസൃതി ചോദ്യങ്ങൾക്ക് സമ്മാനം നൽകുന്നതാണ്. ഇനി വേറൊരു കാര്യമുള്ളത്, കടങ്കഥകൾ എന്നോട് ചോദിക്കുക. നിങ്ങൾ കമന്റ് വഴി കടങ്കഥകൾ എന്നോട് ചോദിക്കുക. എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ അതിനും നിങ്ങൾക്ക് സമ്മാനം നൽകുന്നതാണ്. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസ് വെക്കുക. നമ്മുടെ ചാനലിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ്, ഏറ്റവും കൂടുതൽ ആരുടെ സ്റ്റാറ്റസ് ആണ് വ്യൂ ചെയ്തേക്കുന്നത് അവരെ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ വ്യൂവേഴ്സ് സ്റ്റാറ്റസ് വെച്ചിട്ട് എനിക്ക് ആ സ്റ്റാറ്റസ് നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക.
വാട്സപ്പ് ചെയ്ത് തരുമ്പോൾ നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ വ്യൂവേഴ്സ് എന്നുള്ളത് നോക്കിയിട്ട് അവർക്ക് ഞാൻ സമ്മാനം നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നമുക്കിനി നാളെ 2 മണിക്ക് മുന്നേ എനിക്ക് അയച്ചു തരേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ എനിക്ക് നാളെ 2 മണിക്ക് മുന്നേ ആയിട്ട് മറക്കാതെ അയച്ചു തരിക. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത്, ഒരാൾ ദോശ ചുടുകയായിരുന്നു. പെട്ടെന്ന് ദോശ പറന്നുപോയി. കാരണം. ഒരാൾ ദോശ ചുടുകയായിരുന്നു, ദോശ പെട്ടെന്ന് പറന്നുപോയി. അതിന്റെ കാരണം. ഇനി രണ്ടാമത്തെ ചോദ്യങ്ങൾ വരുന്നത്, ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഗ്രഹം. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഗ്രഹം. കുസൃതി ചോദ്യങ്ങളാണ്. എല്ലാവരും ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുക. മൂന്നാമത്തെ ചോദ്യം വരുന്നത്, അർദ്ധരാത്രി ഒരാൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കിടക്കാൻ സ്ഥലമില്ല. അർദ്ധരാത്രി ഒരാൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കിടക്കാൻ സ്ഥലമില്ല. കയ്യിലാണെങ്കിൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എങ്ങനെ ഉറങ്ങും? അർദ്ധരാത്രി ഒരാൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കിടക്കാൻ സ്ഥലമില്ല. കയ്യിലാണെങ്കിൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എങ്ങനെ ഉറങ്ങും? ഇത് മൂന്നാമത്തെ ചോദ്യം. ഇനി നാലാമത്തെ ചോദ്യം വരുന്നത്, ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. അഞ്ചാമത്തെ ചോദ്യം വരുന്നത്, ദോശ ചുടാൻ എടുക്കുന്ന മരം. അല്ലെങ്കിൽ ദോശ ചുടാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ്? ദോശ ചുടാൻ എടുക്കുന്ന മരം ഏതാണ്? ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. ഞാൻ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരാൾ ദോശ ചുടുകയായിരുന്നു, പെട്ടെന്ന് ദോശ പറന്നുപോയി. ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത്, ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഗ്രഹം. മൂന്നാമത്തെ ചോദ്യം വരുന്നത്, അർദ്ധരാത്രി ഒരാൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കിടക്കാൻ സ്ഥലമില്ല. കയ്യിലാണെങ്കിൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എങ്ങനെ ഉറങ്ങും? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം വരുന്നത്, ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഇനി അഞ്ചാമത്തെ ചോദ്യം, ദോശ ചുടാൻ എടുക്കുന്ന മരം അത് ഏതാണ് എന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം വരുന്നത്. അപ്പൊ ഈ 5 ചോദ്യങ്ങൾക്കും നിങ്ങൾ എനിക്ക് നാളെ 2 മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് ഇതിന്റെയൊക്കെ ആൻസറുകൾ അയച്ചു തരിക. ഇനി എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഒരു ദിവസം നിങ്ങളിലേക്ക് ചോദ്യങ്ങളുമായി എത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ അതിന്റെ അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. ആ വരുന്ന സമയത്ത് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിരിക്കും അന്ന് നമ്മൾ അതിലെ വിജയികൾ ആരാണെന്നുള്ളതായിരിക്കും നറുക്കിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത് നോക്കാവുന്നത്, ഇന്നലത്തെ ചോദ്യങ്ങളുടെ വിജയി ആരാണ്? സമ്മാനാർഹരായത് ആരാണ് എന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. അതിനായിട്ട് ഞാനൊരു 11 പേരുടെ പേര് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 11 പേരിൽ ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വിജയി ആരാണെന്ന് നോക്കാം. അപ്പൊ ഞാനിതൊന്നുകൂടെ ഒന്ന് ഇളക്കുവാണ്. ഇതാക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇളക്കി എന്നിട്ടൊന്ന് കുലുക്കുന്നു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം. നമുക്ക് താഴെ ഏറ്റവും അടിയിലോട്ട് പോവാം. ഇവിടെ ഓക്കെ, അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആരാണെന്ന് നോക്കാം. ഇന്നത്തെ സമ്മാനം ലഭിച്ചേക്കുന്നത് നിഹാലിനാണ് ഇന്നത്തെ സമ്മാനം. അപ്പോൾ നിഹാൽ എത്രയും പെട്ടെന്ന് എനിക്ക് നിഹാലിന്റെ അഡ്രസ്സ് അയച്ചു തരിക. ഞാൻ ആ അഡ്രസ്സിലേക്ക് സമ്മാനം അയച്ചു തരുന്നതാണ്. നിഹാൽ വാട്സപ്പ് വഴിയാണെന്ന് തോന്നുന്നു നമുക്കത് കോണ്ടാക്ട് ചെയ്തിരുന്നത്. അപ്പൊ നിഹാൽ എന്ത് ചെയ്യുക, വാട്സപ്പ് വഴി അഡ്രസ്സ് അയച്ചു തരിക. പിന്നെ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇല്ല എങ്കിൽ എനിക്ക് നിങ്ങൾ സമ്മാനം അൺബോക്സ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ
അത് കഴിയുന്നതും എടുത്ത് അയച്ചു തരിക. ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എങ്കിൽ, നിങ്ങൾ അതിന് റെഡി ആണെങ്കിൽ നിങ്ങൾ എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തരിക. ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. കാരണം പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഈ സമ്മാനം കൊടുക്കുന്നുണ്ടോ, ഈ സമ്മാനങ്ങൾ വിജയികളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും. അത് കാരണമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ പേരുകൾ, നിങ്ങൾ എനിക്ക് പേരുകൾ അയച്ചു തരുന്നുണ്ട്. ആ പേര് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കത് കാണണമെങ്കിൽ നിങ്ങൾ അതും കൂടെ എനിക്കൊന്ന് മെസ്സേജിൽ മെൻഷൻ ചെയ്തേക്കുക. എനിക്കിടുന്ന മെസ്സേജിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് അത് ആ ക്ലാസ്സിൽ നിന്ന് ഞാൻ എടുത്ത് കാണാം. കാരണം ചിലർക്ക് നമ്മുടെ പേര് പ്രസിദ്ധപ്പെടുത്തുന്നത് താല്പര്യമില്ല. അങ്ങനെയുള്ളവരാണ് നമുക്ക് കൂടുതലും വാട്സപ്പ് വഴി അയച്ചു തരുന്നത്. അപ്പോൾ അത് ആ ഒരു കാരണം കൊണ്ടാണ്. നിങ്ങൾക്ക് പേര് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. അത് എങ്ങനെയാണെങ്കിലും, അതായത് നിങ്ങൾ വിജയിച്ച് ഞാൻ ഈ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്, ആ കാണിക്കുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ അത് നിങ്ങളൊന്ന് പറഞ്ഞേക്കുക. ഇനി അതല്ല നിങ്ങളുടെ പേര് ഞാൻ ഈ വിൽക്കുന്ന ഗ്ലാസ്സിനുള്ളിൽ എഴുതി ഇട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതും ആ പേര്, നിങ്ങളുടെ പേര് ഞാൻ അതിനകത്തുനിന്ന് എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നാളെ വീണ്ടും അടുത്ത ചോദ്യങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.